പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സും ബെയ്റ്റ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ ചാനൽ വഴിയിട്ട് പെറ്റ്സും ബെയ്റ്റ്സൊക്കെ സെയിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ വീഡിയോസിന് ഡീറ്റെയിൽ അയച്ചിട്ടിരുന്നാൽ മതി. ഇതേപോലുള്ള സെയിൽ പോസ്റ്റ് വീഡിയോയ്ക്ക് ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പോസ്റ്റാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വീഡിയോസ് അയക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സെയിലുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ വീഡിയോസ് ലാൻഡ്സ്കേപ്പിൽ എടുത്തിട്ട് അയക്കാനായിട്ടും കൂടെ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായം കാര്യങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് ഇടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി കാറ്റാണ് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. 3 മാസം ഏജ് ആയിട്ടുള്ളതാണ്. നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 1800 രൂപയാണ് ഈ സിംഗിൾ പീസിന് മാത്രം റേറ്റ് വരുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കോഡ് നമ്പർ ഒന്നി കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. 1800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കാറ്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാം ഫീമെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പീസ് റേറ്റ് വന്നിരിക്കുന്നത് 3500 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് കേട്ടോ. കോഡ് നമ്പർ 2 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. 3500 രൂപയാണ് സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത്. 4 പീസ് ഇപ്പോൾ ടോട്ടൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള കാറ്റ് തന്നെയാണ് അടുത്തും വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 1500 രൂപയാണ്. 1 വർഷം ഏജ് ആയിട്ടുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞ് വാങ്ങുകയാണെങ്കിൽ ഏത് പെറ്റ്സോ ബെയ്റ്റ്സോ ആയിരുന്നാലും ചെറിയ രീതിയിൽ റേറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 1500 രൂപയാണ്. ലൊക്കേഷൻ വരുന്നത് കാസർഗോഡാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് റോഡ് വീലർ പപ്പീസാണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് മെയിലും ഫീമെയിലായിട്ടുള്ള പപ്പീസ് കാണാനായിട്ട് സാധിക്കും. മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 15000 രൂപയാണ് മെയിലിൻ്റെ റേറ്റ്. അതോടൊപ്പം തന്നെ ഫീമെയിലിൻ്റെ 13000 രൂപയാണ് ഫീമെയിലിൻ്റെ റേറ്റ് ചൂസ് ചെയ്യുന്നത്. 30-32 ദിവസം ഏജ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 4 പീസാണ് ഇപ്പോൾ ടോട്ടൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് മെയിലിന് 15000 രൂപയും ഫീമെയിലിന് 13000 രൂപയാണ് റേറ്റ് ചൂസ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കിങ് ന്യൂ ലൈനേജ് കിങ് ആണ് വന്നിട്ടുള്ളത്. ഫീമെയിലിനാണെങ്കിൽ കാലിൽ ചെറിയൊരു ബെൻഡുണ്ട്, നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 1800 രൂപയാണ് റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരിയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് 1800 രൂപയാണ് റേറ്റ് വരുന്നത്. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് മുതിരയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 3600 രൂപയാണ് ഈ പെയറിന് റേറ്റ് ചൂസ് ചെയ്യുന്നത്. വീഡിയോ നല്ല ഷെയ്ക്കിംഗ് ഉണ്ട്, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ട് എടുക്കാനായിട്ടും കൂടെ ശ്രമിക്കാം. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഓറിയൻ്റൽ ഫ്രില്ലാണ് വന്നിട്ടുള്ളത്. 3800 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. ഇതും റേറ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ചാലിശ്ശേരി തന്നെയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. റേറ്റ് വരുന്നത് 3800 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് നാടൻ പ്രാവുകളാണ് വന്നിട്ടുള്ളത്. കൂടുതലും നാടൻ പ്രാവുകളാണ്. പെയറിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയാണ് പെയറിൻ്റെ റേറ്റ് ചൂസ് ചെയ്യുന്നത്. ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് കേട്ടോ. ഒരുപാട് പ്രാവുകളുണ്ട്, നമുക്കത് വരും ക്ലിപ്പിലായിട്ട് കാണാം. ഏതെടുത്താലും 250 രൂപ തന്നെയാണ് പെയറിൻ്റെ റേറ്റ് ചൂസ് ചെയ്യുന്നത്. വാങ്ങുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. അല്ലാതെ ആവശ്യമില്ലാതെ കുറേ കൊച്ചു പിള്ളേർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചു പിള്ളേർക്ക് ഏതെങ്കിലും പെറ്റ്സോ ബേഡ്സോ ഇഷ്ടമാവുകയാണെങ്കിൽ പേരൻസിനെ വിട്ടിട്ട് വിളിപ്പിക്കാനും കൂടെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 രൂപയൊക്കെയാണ് പെയറിൻ്റെ റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറേയധികം പ്രാവുകളാണ് വന്നിട്ടുള്ളത്. ഈ പ്രാവിൻ്റെയൊക്കെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 250 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് ചൂസ് ചെയ്യുന്നത്. ഒരുപാട് പ്രാവുകളാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 8 പീസ് മാത്രമാണ് ഇപ്പം അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. കോഡ് നമ്പർ 7 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മോർന്ന് കൊടുത്തിട്ടുണ്ട്. ആ മോറിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലുള്ള കോഡ് നമ്പർ
അതോടൊപ്പം തന്നെ ഫോൺ നമ്പറും കാണും. ഈ വീഡിയോയിൽ കൊടുത്തേക്കുന്ന കോഡ് നമ്പർ മാച്ച് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഫോൺ നമ്പർ പിക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. കുറേ സുഹൃത്തുക്കൾക്ക് അറിയില്ല, എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ ബ്രീഡറിൻ്റെ നമ്പർ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അതോടൊപ്പം തന്നെ കമൻറ്റും അറിയിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയിട്ട് അതിൽ നിന്ന് മാച്ച് ചെയ്ത് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് തന്നെ ബ്രീഡറെ കോൺടാക്റ്റ് നേരിട്ട് പോയി കണ്ട് എടുക്കാനും കൂടെ ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 250 രൂപയാണ് പീസ് റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പ്രാവുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. 100 രൂപയാണ് ഇതിനൊക്കെ പീസ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയാണ് ലൊക്കേഷൻ. പീസ് റേറ്റ് 100 രൂപയാണ് റേറ്റ് വരുന്നത്. താല്പര്യമുള്ളൊരു കോഡ് നമ്പർ എട്ടി കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കർണപ്രാവ് ഫീമെയിൽ പ്രാവാണ് വന്നിട്ടുള്ളത്. 800 രൂപയാണ് ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. കോഡ് നമ്പർ 9 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. റേറ്റ് 800 രൂപയാണ് കേട്ടോ. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഫാൻറ്റയിലാണ് വന്നിട്ടുള്ളത്. ഈ സിൽവർ ഫാൻറ്റയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 700 രൂപയാണ്. ഒരു ക്ലച്ചിൽ ഇറങ്ങിയ വീടുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 6 കല്ലിയായിട്ടുള്ള വീടാണ്. ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. കോഡ് നമ്പർ 9 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഹംഗേറിയനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഹംഗേറിൻ്റെ ടോട്ടൽ 4 പീസ് അവൈലബിൾ ആണ്. 5 പീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 4 പീസ് മാത്രമാണ് കൊടുക്കാനായിട്ടുള്ളത്. ഈ 4 പീസിനും കൂടെ 13,000 രൂപയാണ് റേറ്റ് വരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു പേർ വേണമെന്നുണ്ടെങ്കിലും അവർ തരുന്നതായിരിക്കും. ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 10 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് 13,000 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു സെയിൽ പോസ്റ്റ് വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കുറേ വീഡിയോസ് വരുന്നത്. കുറേ വീഡിയോസ് പെൻഡിങ്ങും ഉണ്ട്. എന്തായിരുന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു 8-9 മിനിറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് വീഡിയോ നിർത്തണതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ എനിക്ക് കുറേ വീഡിയോ പെൻഡിങ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ അരമണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഞാൻ ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ 9 മിനിറ്റ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് നിർത്താനാണ് നോക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ലെങ്ത് കുറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ പെൻഡിങ് ഉണ്ടെന്നും കൂടെ പറയുന്നത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വീഡിയോ സെറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ അന്നൊരു ദിവസം ഞാൻ ഇതേപോലെ ഒരു വീഡിയോയിൽ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു സുഹൃത്ത്. ഇതൊരു 8 മിനിറ്റ് 10 മിനിറ്റിൻ്റെ അകത്ത് ആക്കി വെച്ചിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് ആ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ലോങ് വീഡിയോ ഒക്കെ അതാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ 8 മിനിറ്റ് 9 മിനിറ്റ് കൂടിപ്പോയാൽ 10 മിനിറ്റിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കും. അത് മാത്രമാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പവും കൂടെ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോ എന്നൊരു